നിങ്ങളിപ്പോൾ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കാൻ പോകുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും ദിസ് വീഡിയോ ഇസ് ഫോർ യു. ഞാനും ഒരു കോളേജ് ഗ്രാജുവേറ്റാണ്. ഞാൻ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. ഞാൻ 2018 to 2022 പഠിച്ച് എഞ്ചിനീയറിംഗ് പാസ് ഔട്ടായി. ഇപ്പോൾ 2025 ജാനുവരി. ദാറ്റ് മീൻസ് എൻ്റെ കോളേജ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2.5 വർഷത്തോളമായി. അതുകൊണ്ട് തന്നെ എനിക്ക് ഗ്യാരണ്ടി ആയിട്ടൊരു കാര്യം പറയാൻ പറ്റും. ദാറ്റ് ഇസ് ലൈഫ് ഡ്യൂറിങ് കോളേജ് ഇസ് ഡിഫറെൻറ്റ് ആൻഡ് ലൈഫ് ആഫ്റ്റർ കോളേജ് ഇസ് ഡിഫറെൻറ്റ്. പിന്നെ കോളേജിലായതുകൊണ്ട് എനിക്കൊരു കാര്യം ഉറപ്പാണ്. ദാറ്റ് ഇസ് either you're having a very good time in college or you're having the worst time of your life in college. ഈ രണ്ട് എക്സ്ട്രീം മാത്രമേ കോളേജിനുള്ളൂ. സോ എനിവേസ്, there's a reason why YouTube has recommended this video for you. That is to make your life better, for sure. കാരണം ഞാൻ ഈ ഉണ്ടാക്കുന്ന വീഡിയോ ഇസ് ഗോയിങ് ടു സ്റ്റാൻഡ് ദ എൻഡ് ഓഫ് ടൈംസ്. ദാറ്റ് മീൻസ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ ഏത് പോയിന്റ് ഓഫ് ലൈഫിൽ കാണുമോ അല്ലെങ്കിൽ പിന്നെ കുറേ വർഷത്തിന് ശേഷം കാണുവാണെങ്കിൽ പോലും കോളേജിൽ പഠിക്കുന്ന ഒരാൾക്ക് ഈ പറഞ്ഞ പോയിന്റ് എല്ലാം ആപ്ലിക്കബിൾ ആയിരിക്കും. ആൻഡ് ഐ വിൽ ഗിവ് യു ദ റീസൺ വൈ ഐ എം മേക്കിംഗ് ദിസ് വീഡിയോ. കോളേജ് ലൈഫിൽ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ റിയൽ വേൾഡ് കാണുമ്പോൾ മനസ്സിലാവും ഇറ്റ്സ് ആക്ച്വലി വെരി ഡിഫറെൻറ്റ്. ദ റീസൺ വൈ ഐ സേ ലൈഫ് ഡ്യൂറിങ് കോളേജ് ആൻഡ് ലൈഫ് ആഫ്റ്റർ കോളേജ് ഇസ് ഡിഫറെൻറ്റ് ഇസ് ബിക്കോസ് നമ്മൾ കോളേജിലായിരിക്കുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യണു, സമയം പോകണ അറിയണില്ല, പഠിക്കണു, ആൻഡ് ദ യൂഷ്വൽ റുട്ടീൻ തിങ്സ് ഗോസ്. പക്ഷേ കോളേജ് കഴിയുന്ന സമയത്ത് ദി എൻറ്റയർ വേൾഡ് ഇസ് ഫ്രീ. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഡിസിഷനാണ്, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, നമുക്ക് നമ്മുടെ കരിയറാണ്. സോ ഒരു ഡിസിപ്ലിൻഡ് അല്ലെങ്കിൽ പിന്നെ ഒരു റുട്ടീനസ് ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാറി പെട്ടെന്നൊരു ഫ്രീ വേൾഡിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ പിന്നെ റിയൽ വേൾഡിലേക്ക് ഇറങ്ങുമ്പോൾ തിങ്സ് ക്യാൻ ഗെറ്റ് റിയൽ റഫ്. അപ്പോൾ ദി എൻറ്റയർ റീസൺ വൈ മേക്കിംഗ് ദിസ് വീഡിയോ ഇസ് ബിക്കോസ് ഐ എക്സ്പീരിയൻസ് ദാറ്റ്. ആ കോളേജിൽ നിന്ന് പിന്നെ റിയൽ വേൾഡിലേക്കുള്ള ട്രാൻസിഷൻ ഫോർ മീ വാസ് റിയലി ഹാർഡ് ആൻഡ് ഐ ഡോണ്ട് വോണ്ട് യു ഗൈസ് ടു ഗോ ത്രൂ ഇറ്റ്. സോ മൈ ഐഡിയ ഇസ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുമ്പോൾ ഐ മേക്ക് യുവർ ലൈഫ് ഈസിയർ. ദാറ്റ് ഇസ് ഡ്യൂറിങ് കോളേജ് ആൻഡ് ആഫ്റ്റർ കോളേജ്. ഞാനീ പറയാൻ പോണ പോയിന്റ് നിങ്ങൾ കോളേജിൽ തന്നെ അപ്ലൈ ചെയ്യാൻ പോവുകയാണെങ്കിൽ യുവർ ലൈഫ് ആഫ്റ്റർ കോളേജ് ഇസ് ഗോയിങ് ടു ഗെറ്റ് സോ മച്ച് ഈസിയർ. The first point that I wish I knew when I was back in college is there is this term called post-college depression. What that means is അത്രയും നാൾ കോളേജ് വരെ there is a lot of happening in your life. എന്ന് വെച്ചാൽ ഫ്രണ്ട്സ് ഉണ്ട്, പുറത്ത് പോകുന്നു, ദിസ് പാർട്ടീസ്, അല്ലെങ്കിൽ പിന്നെ പ്രൊജക്റ്റ്, വൈബ്, ഇങ്ങനത്തെ ഒരു കുറേ കാര്യങ്ങളായിട്ട് യു ആർ സോ മച്ച് ഇൻവോൾവ്. പിന്നെ പെട്ടെന്ന് കോളേജ് ചെയ്യുന്ന പോയിന്റിൽ ഇറ്റ്സ് നോട്ട് ദെയർ എനിമോർ. ദാറ്റ് ഈസ് ഒരു കംപ്ലീറ്റ് സൈലൻസ് പോലെ. ദാറ്റ് ഫീലിംഗ് ഇസ് ലൈക്ക് നമ്മളൊരു ചെണ്ട നല്ലോണം കുട്ടി 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 കുട്ടിയിട്ട് ഒരു ഹെഡ്സപ്പ് കൊടുക്കാണ്ട് പെട്ടെന്ന് ചെണ്ടോട്ട് നിർത്തുന്ന കൂട്ടൊരു ഫീലിംഗാണ്. സോ ദാറ്റ് ഈസ് വെരി ഓവർവെൽമിങ് ടു ബി ഓണസ്റ്റ്. നമ്മളാണെങ്കിൽ ആദ്യം തന്നെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് കയറുമ്പോൾ ഇറ്റ് കുഡ് ബി വെരി സൈലൻറ്റ്, ഇറ്റ് കുഡ് ബി വെരി ഡാർക്ക്. അപ്പോൾ ഞാനത് ആദ്യം തന്നെ നിങ്ങളുടെ അടുത്ത് പറയണത് ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഐ വോണ്ട് ടു മേക്ക് യു ഗൈസ് സാഡ്. It's just to give you guys a heads up so that you can be prepared beforehand itself. I want you to value your college life when you're in it. കാരണം ഞാൻ പല ആൾക്കാർ അല്ലെങ്കിൽ പിന്നെ എൻ്റെ ലൈഫിലാണെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് കോളേജ് കഴിയുമ്പോൾ മാത്രം ഞാൻ കോളേജ് ലൈഫ് എന്തോ ഒരു അടിപൊളിയായിരുന്നു എന്ന് വാല്യൂ ചെയ്തിട്ടുള്ളത്. ബട്ട് അത് ആ ഒരു പോയിന്റ് എത്താൻ നിങ്ങൾ നിൽക്കണ്ട. കോളേജിൽ ഇരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുക ദാറ്റ് യു ആർ ഗോയിങ് ത്രൂ എ വെരി ഗുഡ് ടൈം ആൻഡ് യു ഷുഡ് അപ്രീഷിയേറ്റ് ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ് സോ ദാറ്റ് യു ക്യാൻ മേക്ക് മോർ ഔട്ട് ഓഫ് ഇറ്റ്. So that you don't have any regrets. കോളേജ് തീർന്ന പോയില്ല, അത് ചെയ്യായിരുന്നു, ഇത് ചെയ്യായിരുന്നു. Just know that this is a very good time and this is going to be one of the best times of your life. So make the most out of it. Be realistic about it that this thing is coming. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഫ്രണ്ട്സിൻ്റെ ക്ലോസ്നെസ്സിലൊന്നും ഒരു കൺട്രോൾ കാണത്തില്ല കോളേജ് കഴിയുമ്പോൾ. കാരണം എല്ലാവർക്കും അവരുടേതായ കരിയറാണ്, എല്ലാവർക്കും അവരുടേതായ തിരക്കുകൾ കാണും. അപ്പോൾ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി സെയിം ആസ് കോളേജ്. So you shouldn't be feeling overwhelmed because of that. Just know that this is coming and you should be open to change. What that means is നിങ്ങൾ കോളേജ് കഴിയുമ്പോൾ you should be making new friends, new opportunities, new എൻവയൺമെൻറ്റിലേക്ക് കയറും എന്നുള്ള ഒരു സെൻസ് നിങ്ങൾക്ക് നേരത്തെ തന്നെ കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ your transition will be much easier. Second point, complete your degree and get skilled. What that means is നിങ്ങൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തീരുമാനിക്കുക 3 വർഷത്തെ ഡിഗ്രി ആണെങ്കിൽ 3 വർഷം കൊണ്ട് തന്നെ പഠിച്ച് തീർക്കും. 4 വർഷത്തെ ഡിഗ്രി ആണെങ്കിൽ 4 വർഷം കൊണ്ട് തന്നെ പഠിച്ച് തീർക്കും. ഒരു പോയിന്റ് പോലും എക്സ്റ്റെൻഡ് ചെയ്യില്ല എന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും തീരുമാനിക്കണം. നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ തുടക്കത്തിൽ ഉഴപ്പോ പഠിക്കുകയോ എന്താണെന്ന് വെച്ചാൽ കാണിച്ചോ. പക്ഷെ നിങ്ങളുടെ ഡിഗ്രി തീരണ ഒരു പോയിന്റിൽ ആ സർട്ടിഫിക്കറ്റ്, ഫൈനൽ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കണം. കാരണം നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ യു ലുക്ക് ലൈക്ക് എ ഫൂൾ. ആൻഡ് ബിലീവ് മീ, നിങ്ങൾ ഉഴപ്പി സപ്ലി അടിച്ച് പാസ്സായിട്ടില്ല നിങ്ങളുടെ ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിൽ. ആൻഡ് വെൻ യു വാച്ച് യുവർ ഫ്രണ്ട്സ് മൂവ് ഓൺ വിത്ത് യുവർ ലൈഫ് ആൻഡ് ദർ കരിയർ,
it's going to hurt you a lot and you don't want to be in that position. Trust me, I've been there. എനിക്ക് ബാച്ചിലേഴ്സ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആവശ്യത്തിനധികം സപ്ലൈ ഉണ്ടായിരുന്നു ആൻഡ് ഐ ന്യൂ ദാറ്റ് ഐ വാസ് ഫോളോയിങ് ബിഹൈൻഡ്. ആ ഒരു ഫീലിംഗ് തന്നെ മേഡ് മീ ഫീൽ റിയലി ബാഡ്. സോ ഐ കാൺട്ട് ഇമാജിൻ വാട്ട് ഇറ്റ് വുഡ് ഡു if you are stuck behind in college when every one of your friends moved on. സോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് ഒരിക്കലും കൊണ്ടുപോകില്ല, ബിക്കോസ് ഇറ്റ് വിൽ ഹിറ്റ് യു നെഗറ്റീവ്ലി വെരി ബാഡ്. കാരണം നിങ്ങളിപ്പോൾ കോളേജിൽ ഇരിക്കുന്ന സമയത്ത് എന്തോരം കൂളായിട്ട് അഭിനയിക്കാൻ നോക്കിയാലും ലൈക്ക് ഇറ്റ് ഡസൻ ബോദർ യു, പ്രശ്നമില്ല എന്ന് പറഞ്ഞാലും ഇറ്റ്സ് ഗോയിങ് ടു ഹേർട്ട്. സോ ഇഫ് യു ആർ എ പേഴ്സൺ ദാറ്റ് ഈസ് ഫോളോയിങ് ബിഹൈൻഡ്, മേക്ക് ഷുവർ ദാറ്റ് എന്തോരം ഹാർഡ് വർക്ക് ചെയ്താലും എന്തോരം ലൈഫ് ഫെയർ അല്ലെങ്കിൽ പോലും എങ്ങനെയെങ്കിലും ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ടിട്ട് ജസ്റ്റ് കംപ്ലീറ്റ് ദാറ്റ് ഡിഗ്രി. ആൻഡ് ഓൾസോ ഗെറ്റ് സ്കിൽഡ്. ദാറ്റ്സ് എ തിങ് ദാറ്റ് ഗെറ്റ്സ് യു ദ ജോബ്. ഒരിക്കലും ഒരു മിസ്കൺസെപ്ഷനിൽ ജീവിക്കില്ല ഏറ്റവും കൂടുതൽ മാർക്കുള്ള ഒരാൾക്കാണ് ഏറ്റവും നല്ല ശമ്പളവും ഏറ്റവും നല്ല ജോലി കിട്ടാൻ പോകുന്നത്. അങ്ങനെയല്ല. കമ്പനി ഹയർ ചെയ്യണത് സ്കില്ലായിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ, അല്ലാണ്ട് നിങ്ങളുടെ മാർക്ക് ഷീറ്റിലുള്ള ഏറ്റവും കൂടുതൽ മാർക്കുള്ള ആളെ തിരഞ്ഞെടുത്തുകൊണ്ടല്ല. നിങ്ങൾക്കിപ്പോൾ മാർക്ക് കുറവാണെങ്കിൽ കുറേ പ്ലേസ്മെൻറ്റിൽ ഇരിക്കാനുള്ള റെസ്ട്രിക്ഷൻ കാണുമായിരിക്കും, പക്ഷേ ദാറ്റ് ഡസൻ മീൻ യു വോണ്ട് ബി ഗെറ്റിംഗ് എ ജോബ്. വാട്ട് യു നീഡ് ടു ബി ഡൂയിങ് ഇസ് നിങ്ങൾ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ IT ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ അതിനുള്ള സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യും. ഇപ്പോൾ മാർക്ക് ഇച്ചിരി കുറഞ്ഞാൽ പോലും പ്രശ്നമില്ല. നിങ്ങൾക്ക് റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ സ്കില്ലും ഉണ്ടെങ്കിൽ പീപ്പിൾ വിൽ ഹയർ യു ആൻഡ് യു വിൽ ഗെറ്റ് എ ജോബ്. സോ prioritize getting skilled over getting high marks, I would say, from my experience and the experience of the people that I've seen. So get skilled while you're in college itself so that you can make your life easier. Third point, don't wait for opportunities, grab them. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോളേജിലായിരിക്കുമ്പോഴുള്ള ഒരു ഈസി മെൻറ്റാലിറ്റി ഉണ്ട്. ഓക്കെ, വോട്ട് എവർ, ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ പിന്നെ എടുക്കാം, അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ സപ്ലൈ അടിച്ചെങ്കിൽ പിന്നെ എഴുതിയെടുക്കാം, ഇപ്പോൾ ഒരു എക്സാം വന്നിട്ടുണ്ടോ, ഓക്കെ വേണ്ട പിന്നെ ആട്ടെ. ആ ഒരു മെൻറ്റാലിറ്റി മാറ്റി വെക്കണം. കാരണം എപ്പോഴും പോയ ട്രെയിൻ തിരിച്ചു വന്നെന്നില്ല. വാട്ട് ദാറ്റ് മീൻസ് ഇസ് നിങ്ങളിപ്പോൾ ഒരു അവസരം മിസ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ ഒരു അവസരം കിട്ടിയില്ലെങ്കിൽ യു വിൽ ബി റിഗ്രറ്റിങ് ഇറ്റ് സോ മച്ച്. കിട്ടുന്ന എല്ലാ അവസരങ്ങളും മേക്ക് യൂസ് ഓഫ് ഇറ്റ്. അറ്റൻഡ് മോർ സെമിനാർസ്, നെറ്റ്വർക്ക് വിത്ത് സീനിയേഴ്സ്, സപ്ലൈ എക്സാം എഴുതുക, അല്ലെങ്കിൽ പിന്നെ ഇൻറ്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യുക. ഇങ്ങനത്തോട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമുക്ക് കോളേജിൽ തന്നെ. എന്നിട്ട് ഇങ്ങനത്തോട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് ആണ് കൂടണേ. ആൻഡ് ദാറ്റ് എക്സ്പീരിയൻസ് ഹാസ് വാല്യൂ. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എല്ലാ അവസരങ്ങളും ഗ്രാബ് ചെയ്യാൻ നോക്കണം. ആൻഡ് ഓൾസോ ഡോണ്ട് ലിവ് ഇൻ ദിസ് നോഷൻ ദാറ്റ് എല്ലാം വന്ന് വീഴും, നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ കിട്ടും. അങ്ങനെയൊന്നും അല്ല. നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് കിട്ടും, ഇല്ലെങ്കിലില്ല. ഫോർത്ത് പോയിന്റ്, ട്രൈ ടു ഗെറ്റ് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്സ്. ഇപ്പോൾ ഞാൻ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്സിനെ വിളിക്കുന്നത് ഗോൾഡൻ ടിക്കറ്റ് ഓഫ് ഇന്ത്യൻ സ്റ്റുഡൻസ് എന്നാണ്. അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഞാൻ കോളേജിലിരിക്കുന്ന സമയത്ത് ഈ പ്ലേസ്മെൻറ്റ്സിൻ്റെ ഒക്കെ ഒരു വാല്യൂ എനിക്ക് മനസ്സിലായിട്ടില്ല, ബിക്കോസ് ഐ നെവർ ഹാഡ് ദാറ്റ് എക്സ്പെക്ടേഷൻ ഓഫ് ഗെറ്റിംഗ് പ്ലേസ്ഡ്. പക്ഷേ ഇവൻച്വലി ഞാൻ എൻ്റെ എല്ലാ സപ്ലിയും എല്ലാ പഠിത്തവും കൃത്യസമയത്ത് പഠിച്ച് തീർന്ന പോയിന്റിൽ എനിക്കൊരു ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടി. എനിക്കൊരു IT കമ്പനിയിലാണ് പ്ലേസ്മെൻറ്റ് കിട്ടിയത്. എന്നിട്ട് 2.5 വർഷം ഞാനവിടെ വർക്ക് ചെയ്തു. ആൻഡ് ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് ഐ എക്സ്പീരിയൻസ്ഡ് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. സ്വന്തമായിട്ട് കാര്യങ്ങൾ നോക്കണത്, മനസ്സിലാക്കണത്, അങ്ങനത്തെ ഒരു വാല്യൂ എനിക്ക് ആദ്യം തന്നത് ആ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ത്രൂ ആണ്. ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൻ്റെ റോൾ ഇസ് വെരി ഹ്യൂജ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പഠിത്തം കഴിഞ്ഞിട്ടാണ് നിങ്ങളിപ്പോൾ ജോലി അപ്ലൈ ചെയ്യാൻ നോക്കണമെങ്കിൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് മച്ച് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് എ ജോബ് ആഫ്റ്റർ കോളേജ്. അതുകൊണ്ട് തന്നെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിലായിരിക്കും നിങ്ങൾക്ക് മാക്സിമം കമ്പനികൾ വരുന്നത്, മാക്സിമം അവസരങ്ങൾ കിട്ടണത്. നിങ്ങളുടെ കോളേജിൽ ഇപ്പോൾ കമ്പനി വരുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ കോളേജിൽ ഇരിക്കെ തന്നെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻവിറ്റേഷൻ കിട്ടും, കൂടുതൽ അവസരം കിട്ടും. പക്ഷേ ഇന്ത്യയിലെ സീൻ എന്താണെന്ന് വെച്ചാൽ കോളേജിൽ പഠിത്തം കഴിഞ്ഞിട്ടാണ് നിങ്ങളിപ്പോൾ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ നിൽക്കണമെങ്കിൽ കമ്പനികളുടെ പ്രിഫറൻസ് കുറയും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ വേറെ എന്ത് പ്ലാൻ ഉണ്ടെന്ന് ഓർത്തോ, ഇപ്പോൾ കോളേജ് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിപ്പോൾ പുറത്തേക്ക് പഠിക്കാൻ പോകണം, മാസ്റ്റേഴ്സ് പഠിക്കാൻ പോവോ, PSC അറ്റൻഡ് ചെയ്യുമോ, എന്തോ ആയിക്കോട്ടെ, പക്ഷേ നിങ്ങൾ ക്യാമ്പസിലിരിക്കുക ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണം. കാരണം അതൊരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ തന്നെയാണ്. കാരണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കാണെങ്കിൽ വേറൊരു വഴിയില്ലെങ്കിൽ യു ആർ ഗോയിങ് ടു ഗെറ്റ് ഹേർട്ട് സോ മച്ച്. സോ വെൻ എവർ യു ഹാവ് ദറ്റ് ഓപ്പർച്യൂണിറ്റി മേക്ക് യൂസ് ഓഫ് ഇറ്റ്. അതുകൊണ്ട് തന്നെ ക്യാമ്പസിൽ ഇരിക്കെ തന്നെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിന് അപ്ലൈ ചെയ്യുക. കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഓഫർ ലെറ്റർ നിങ്ങൾ കയ്യിൽ മേടിച്ച് വെക്കുക. എന്നിട്ട് കോളേജ് കഴിയുമ്പോൾ യു ക്യാൻ ഡിസൈഡ് വെദർ യു വോണ്ട് ടു പ്രൊസീഡ് ഓർ നോട്ട്. ബട്ട് നെവർ ലെറ്റ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി ഗോ, ബിക്കോസ് ഐ ഹവ് സീൻ എ ലോട്ട് ഓഫ് പീപ്പിൾ ഹു റിഗ്രറ്റ് നോട്ട് ടേക്കിംഗ് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്സ് ആൻഡ് ഐ ഡോണ്ട് വോണ്ട് യു ടു ബി വൺ ഓഫ് ദാറ്റ്. ഫിഫ്ത്ത് പോയിന്റ്, ഡെവലപ്പ് യുവർ സോഫ്റ്റ് സ്കിൽസ്. ബേസിക്കലി നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനാണ് അതിൻ്റെ അർത്ഥം. കോളേജിലിരിക്കെ തന്നെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിൻ്റെ ഒരു പവർ വേറെ തന്നെയാണ്. ഞാൻ ഇത്രയും പോയിന്റുകൾ പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇതാണെന്നാണ് എനിക്ക് തോന്നണേ. കാരണം കോളേജിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങി കരിയറിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ പിന്നെ റിയൽ ലൈഫ് സിറ്റുവേഷനിലേക്ക് ഇറങ്ങുമ്പോൾ മാത്രമാണ് ദ പവർ ഓഫ് കമ്മ്യൂണിക്കേഷൻ മനസ്സിലാകത്തുള്ളൂ.
അപ്പോൾ ആ ഒരു സ്കില്ലിൽ നിങ്ങൾക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ടെന്ന് പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് എ വെരി ബിഗ് അഡ്വാൻറ്റേജ് ടു യു. സോ whenever you have an opportunity in college to improve your soft skills അല്ലെങ്കിൽ പിന്നെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും ഒരു അവസരം കിട്ടുവാണെങ്കിൽ ടേക്ക് ദാറ്റ്. ഞാനീ പറഞ്ഞ അവസരങ്ങൾ എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ സെമിനാറുകൾ എടുക്കാം, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു അസംബ്ലി ഹോസ്റ്റ് ചെയ്യാം, അങ്ങനത്തെ തൊട്ട് പല പല അവസരങ്ങൾ നമുക്ക് കോളേജിൽ തന്നെ കിട്ടും. അപ്പോൾ എല്ലാ അവസരങ്ങളും എടുത്തിട്ട് നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നല്ല ഒരു ഗ്രിപ്പാക്കി നല്ല സോളിഡായിട്ട് നിങ്ങൾക്ക് മിണ്ടാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇംഗ്ലീഷിൽ വാക്കുകൾ തെറ്റുക അല്ലെങ്കിൽ പിന്നെ പറഞ്ഞ ഗ്രാമർ തെറ്റുക ആ ഫാക്ടറൊക്കെ വിടുക. പക്ഷെ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒന്ന് വാ തുറന്ന് മിണ്ടാൻ പറ്റുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ അപ്പർ ഹാൻഡാണ്. ആൻഡ് യു വുഡൻ ബിലീവ് മീ, കുറേ ആൾക്കാർക്ക് അതില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്കില്ലുള്ള ആൾക്കാർ കംസ് റിയലി ഫ്രണ്ട് ഇൻ ലൈഫ്. സോ വെനെവർ യു ഹാവ് ദർ ഓപ്പർച്യൂണിറ്റി ഇൻ കോളേജ് മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ബാക്കി ആൾക്കാരുടെ ജഡ്ജ്മെൻ്റ് ഒന്നും നോക്കിയിരിക്കണ്ട, കാരണം അവർക്ക് പറയാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിൽ അവിടെ ഇരിക്കണതാണ്. പക്ഷെ നിങ്ങൾക്ക് പറയാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സ്കില്ല് കോളേജിൽ തന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ post college it is going to do wonders for you. So whenever you have that opportunity, develop your soft skills or communication skill as much as possible. അപ്പോൾ ഇതൊക്കെയായിരുന്നു പോയിന്റുകൾ ഐ വിഷ് ഐ ന്യൂ വെൻ ഐ വാസ് ബാക്ക് ഇൻ കോളേജ്. സാധാരണ ഞാൻ എൻ്റെ എല്ലാ വീഡിയോ എൻഡ് ചെയ്യണത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, ഐ ഹോപ്പ് ദീസ് പോയിന്റ്സ് വർ യൂസ്ഫുൾ ഫോർ യു എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ ഈ ഒരു കേസിൽ എനിക്ക് പറയാൻ പറ്റും ഐ നോ ദീസ് പോയിന്റ്സ് വിൽ ബി യൂസ്ഫുൾ ഫോർ യു. അതുകൊണ്ട് തന്നെ ഐ വോണ്ട് യു ഗൈസ് ടു അപ്ലൈ ദിസ് ഇൻ യുവർ ലൈഫ് ആൻഡ് വാച്ച് യുവർ ലൈഫ് ട്രാൻസ്ഫോം. And also comment down below how your college life is going. What are the good things, what are the bad things that you're going through, so that the people from the comment section and myself may be able to help you. And before you guys go, you can like this video and subscribe to this channel as well. And this video is ending. That means you can watch my next video right now.